ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ഈ തവണ നമ്മുടെ സിലബസ് മാറിയതിനനുസരിച്ച് നമ്മുടെ ചാപ്റ്ററുകൾക്കും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ചാപ്റ്ററിനെ പിടിച്ചിട്ട് രണ്ടാക്കി കട്ട് ചെയ്ത് രണ്ട് ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ മുന്നുണ്ടായിരുന്ന കുറച്ച് അത്യാവശ്യം ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് ഒരു ചാപ്റ്ററും പിന്നെ അതിന്റെ ബാക്കിയായിട്ട് വേറെ ചാപ്റ്ററും, അങ്ങനെയാണ് ഇപ്പോ ഫസ്റ്റ് ചാപ്റ്ററിനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ആ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോ വീഡിയോ ഫുള്ള് കാണാം, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. തുടക്കം തന്നെ നമ്മുടെ മാത്തമാറ്റിക്സിലെ സമാന്തര ശ്രേണികൾ, മലയാളം മീഡിയം കേട്ടോ, മലയാളം മീഡിയം സമാന്തര ശ്രേണികൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു നമ്പർ സീക്വൻസിനെ പറ്റിയാണ് പറയുന്നത്. നമ്പർ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമ്പർ സീക്വൻസ്, നമ്പർ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, വെറുതെ നമ്പർ സീക്വൻസ്, സംഖ്യാശ്രേണി എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. എന്തെങ്കിലും നിയമം അനുസരിച്ച് പറയണം, ശ്രദ്ധിക്കണം. എന്തെങ്കിലും നിയമം അനുസരിച്ചിട്ട് കുറച്ച് നമ്പറുകൾ ഇങ്ങനെ കോമിട്ട് എഴുതും. ഓക്കെ, കുറച്ച് നമ്പറുകൾ ഇങ്ങനെ എഴുതും. ഓക്കെ ആണല്ലോ? അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കണം. അതിന് നമ്പർ സീക്വൻസ് അറിയാം. എന്തെങ്കിലും നിയമം മതി. ഓക്കെ, എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുന്ന നമ്പറുകളാണ് നമ്പർ സീക്വൻസ് അറിയാം. ഓക്കെ ആണല്ലോ? കിട്ടിയെന്ന് വിചാരിക്കണേ. ഫസ്റ്റത്തെ കാര്യം ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ചോദ്യം നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ഈച്ച് സീക്വൻസ്. കാരണം ഈ സീക്വൻസുകൾ കുറച്ച് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സീക്വൻസിൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, നമുക്ക് വേഗം കണ്ടുപിടിച്ച് പോവാം. അപ്പോ ഇതിനകത്ത് അടുത്ത നമ്പറുകൾ എങ്ങനെ വരാം? 3, 4, 5, 6 എത്രയായിരിക്കും? തൊട്ടടുത്ത നമ്പർ എഴുതണം. ഓക്കെ, അപ്പൊ എഴുതുമ്പോ ശ്രദ്ധിച്ച് നോക്കി. 3 കഴിഞ്ഞ് കോമ, അടുത്ത നമ്പർ കോമ, കണ്ട കോമിട്ട് എഴുതി പോയേക്കല്ലേ. പിന്നെ ഒരു എക്സെട്രേറ്റർ ഉണ്ട്. അപ്പൊ ഇതിനടുത്ത തൊട്ടടുത്ത് 6 കഴിഞ്ഞാൽ തൊട്ടടുത്ത് എത്രയായിരിക്കും? 1 വെച്ചാണ് കൂടി പോകുന്നത്, കണ്ടാൽ അറിയാം അല്ലെ. അപ്പൊ തൊട്ടടുത്ത നമ്പർ കിട്ടി 7 കിട്ടി. ഫസ്റ്റത്തെ ഉത്തരം കിട്ടി 7. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? അതിനാണ് ചോദിച്ചിട്ടുള്ളത് തൊട്ടടുത്ത നമ്പർ എഴുതാൻ. ഓക്കെ, അടുത്ത എത്രയായിരിക്കും? 5, 10, 15, 20. 5, 10, 15, 20 ഉണ്ട്. കണ്ടാ, ഒരു സീക്വൻസ് ആണ് എഴുതിയിട്ടുള്ളത്. നമ്പർ സീക്വൻസ് ആണ്. ആണോ? എന്തെങ്കിലും ബന്ധമാണോ നോക്കി? 5 കഴിഞ്ഞാല് 5 കൂടി ആണോ? അപ്പൊ എത്ര കഴിക്കാൻ അടുത്ത എത്രയാണ്? 20 കഴിഞ്ഞാൽ തൊട്ടടുത്ത എത്രയാണ്? 25. അത്രേ ഉള്ളൂ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. തൊട്ടടുത്ത നമ്പർ എഴുതാൻ പറഞ്ഞാല് 25, 25. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. 1, 2, 4, 8, 16 അല്ലെ. 1, 2, 4, 8, 16. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് എന്തെങ്കിലും ബന്ധം കാണണ്ടേ? നമ്പർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാ? ആ, ശരിക്കും നോക്കണം. ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ 1ന്റെ ഇരട്ടിയാണ്. 1ന്റെ ഡബിൾ ആണ് 2, 2ന്റെ ഡബിൾ ആണ് 4, 4ന്റെ ഡബിൾ ആണ് 8, 8ന്റെ ഡബിൾ 16, 16ന്റെ ഡബിൾ എത്ര ആയിരിക്കും? അപ്പൊ 32. വേണ നെക്സ്റ്റ് നമ്പർ കിട്ടി. ഈ സീക്വൻസിൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 32 ആണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. 1, 4, 9, 16. ഓക്കെ, ഇതൊന്ന് ശരിക്കും നോക്കി. 1, 4, 9, 16. ഒന്നിന്റെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടുമോ നോക്കി. 1, 4, 9, 16. ഒറ്റ നോട്ടത്തിൽ ഇതൊന്നും കാണില്ല അല്ലെ. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് അവിടെ ഒന്നും കാണില്ല. അപ്പൊ ശരിക്കും ആലോചിക്കണം, വേറെ എന്തെങ്കിലും റിലേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കിയാലോ. 1, 4. അപ്പോ ഞാൻ പറയാം, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16. കണ്ടാ, ആ ഒരു സീക്വൻസ് ആണ് എഴുതിയിട്ടുള്ളത്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. ഓക്കെ, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into 4, 16. അടുത്ത എത്രയായിരിക്കും? അപ്പൊ 5 സ്ക്വയർ ആയിരിക്കും. കണ്ടാ, എന്തെങ്കിലും ബന്ധം അനുസരിച്ച് എഴുതാനല്ലേ പറഞ്ഞോളൂ. അടുത്തത് 5 സ്ക്വയർ ആയിരിക്കും. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 25. നമുക്ക് കിട്ടി, നെക്സ്റ്റ് നമ്പർ കിട്ടി. അടുത്ത നമ്പർ നോക്കാം. അടുത്ത ഇത് നോക്കാം. 1, 8, 27. നോക്കി, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നില്ല. 1, 8, 27 അല്ലെ. 27. അപ്പൊ ഇതെന്താ ബന്ധം? കൂടി പോണാണോ? 1 തുടങ്ങി 7 കൂടി, പിന്നെ ഇവിടെ 20 എത്രയാണ് കൂടിയത്? 19 കൂടി. ശരിയാവില്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആലോചിച്ച് നോക്കിയേ. വേറെ സ്ക്വയറുകൾ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്യൂബുകൾ ആലോചിക്കണം. ക്യൂബുകള് സാധാരണ നാച്ചുറൽ നമ്പറുകൾ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1, 2, 3, 4 എന്നുള്ള നമ്പർ. അതിന്റെ ക്യൂബുകളാണ് ഈ സീക്വൻസ്. നോക്കിയാലോ. 1ന്റെ ക്യൂബാണ് 1 ക്യൂബാണ് 1, 1 ക്യൂബ് 1 into 1 into 1 ഒന്നാണ്. 2 ക്യൂബാണ് 8, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 into 2 into 2, 2 into 2 4, 4 into 2 8. കണ്ടാ, 2 ക്യൂബാണ് 8. 27 3 ക്യൂബാണ് 27, 3 ക്യൂബ് നോക്കിയേ. 3 into 3 into 3,
3 × 3 9, 9 × 3 27. കണ്ടാ അടുത്തത്രയായിരിക്കും 4 ആയിരിക്കും. 4 എത്രയാണ്? 4 × 4 × 4 4 × 4 16, 16 × 4 64. കണ്ടാ 64 ആണ്. അപ്പൊ അടുത്ത നമ്പർ എത്രയാണ്? നെക്സ്റ്റ് നമ്പർ 64, 64. ഇത്രയും കിട്ടിയാലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. ഞാൻ അടുത്ത സീക്വൻസ് നോക്കാം. ലാസ്റ്റത്തെ ഇതും കൂടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടാ. എന്താണ് 2, 4, 8, 14, 22, 32. എന്താണ് ബന്ധം? ഇവർ തമ്മിൽ എന്താണ് ബന്ധം കാണുന്നത്? 2ന്റെ കൂടെ നോക്കി 2 ആണ് ഇവിടെ കൂടിയത് അല്ലെ? എത്രയാണ് കൂടി പോകണം നോക്കാം നമുക്ക്. ജസ്റ്റ് നമുക്ക് ഒറ്റ ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഇത് വരുമ്പോ കിട്ടും. 2 കൂട്ടി 4ന്റെ കൂടെ 4 8 ആണെങ്കിൽ എത്രയാണ്? 4 കഴിഞ്ഞാൽ 8 ആണ് എഴുതിയുള്ളൂ. അപ്പൊ എത്രയാണ് കൂടിയത്? ഇവിടെ 4 ആണ് കൂടിയത്. ഇവിടെ 4 ആണ് കൂടിയത്. അടുത്ത എത്രയാണ്? 8 14 ആവണം. 8 14 ആവാൻ എത്രയാണ് കൂടിയത്? 6 ആണ് കൂടിയത്. ഇവിടെ 6 ആണ് കൂടിയത്. അടുത്തത് 14 22 ആവണം. 14 22 ആവണമെങ്കിൽ 8 ആണ് കൂടിയത്. 8 22 32 ആവണമെങ്കിൽ 10 ആണ് കൂടിയത്. കണ്ടാ സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? നോക്കി ഇവിടെ കൂടിയിട്ടുള്ളതൊക്കെ 2 4 6 8 10 അങ്ങനെ കൂടി പോണേ. അപ്പൊ 32 എത്രയായിരിക്കും അടുത്ത സംഖ്യ കിട്ടാനായിട്ട് കൂട്ടുന്നത്? 32ന്റെ കൂടെ എത്ര ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? 32 + 12 ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? 12 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇത് കാണാം 10 ഇവിടെ എത്തിയിട്ടുണ്ട്. 12ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 32 + 12 എത്രയാണ്? 44. ഓക്കെ ആൻസർ കിട്ടി. 44 കിട്ടി. ഓക്കെ ആണല്ലോ? ഇതുപോലെ സീക്വൻസ് എന്നിട്ട് തൊട്ടടുത്ത നമ്പർ എഴുതാൻ അതിനെ പറ്റി ലോജിക്കലായിട്ട് ഒന്ന് ആലോചിക്കുക. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത് എഴുതി പോവാ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ് വിചാരിക്കണം കേട്ടോ. സ്ക്വയറും ക്യൂബും വരുന്നത് മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ. ബാക്കി നിങ്ങൾ എഴുതുന്നത് എനിക്കറിയാം. അപ്പൊ ഇത് 3 പഠിച്ചു വെച്ചാൽ ഇതും എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഡീൽ. അടുത്ത എഴുതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കയറി കണ്ടാൽ മതി. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ ആക്ടിവിറ്റീസിലുള്ള ഫസ്റ്റത്തെ ചോദ്യമാണ് ഇത്. എന്താണ് കൊടുത്തിട്ടുള്ളത്? വി ക്യാൻ മേക്ക് ട്രയാങ്കിൾ ബൈ ടേക്കിംഗ് ഡോട്ട്സ്. ഓക്കെ, റൈറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. Calculate the number of dots needed to make the next 3 triangles in this pattern. ഇതുപോലെ ഒരു ഡോട്ടുകൾ വെച്ചിട്ടാണ്, ഒരു ഡോട്ടല്ല ഡോട്ടുകൾ വെച്ചിട്ടാണ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടാ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? പൊട്ടുകളടക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെ ത്രികോണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ത്രികോണങ്ങളുടെയും ത്രികോണത്തിലുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ഓക്കെ, അപ്പൊ ഓരോ ട്രയാങ്കിളുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തുള്ള എത്ര എണ്ണം വെച്ചിട്ടാണ്, എത്ര ഡോട്ട് വെച്ചിട്ടാണ് ആ ട്രയാങ്കിൾ ഉണ്ടാക്കിയെന്ന് എഴുതണം. തൊട്ടടുത്ത 3 എണ്ണം ഉണ്ടാക്കാനായിട്ട് എഴുതണം. സിമ്പിൾ ചോദ്യമാണ്. നോക്കാം. 3 ഇവിടെ 3 ഡോട്ടാണുള്ളത്. അപ്പൊ 3, ഇവിടെ എത്ര ഡോട്ടാണുള്ളത്? 3 എണ്ണം കഴിഞ്ഞ് പിന്നെ 3 എണ്ണം കൂടി വന്നു. അപ്പൊ 3 3 6 എണ്ണം. 6, അടുത്ത എത്ര വന്നിട്ടുള്ളത്? ഇവിടെ 3 എണ്ണം, അവിടെ 6 എണ്ണം വന്നിട്ടാ. 3 എണ്ണം 6 എണ്ണം. ഓക്കെ, അടുത്ത എത്ര എണ്ണം വന്നിട്ടുണ്ട്? 3 6 4 എണ്ണം കൂടിയിട്ടുണ്ട് അല്ലെ? 4 എണ്ണം സാധാരണ ട്രയാങ്കിൾ വെച്ചിട്ട് 4 എണ്ണം കൂടി കൂടിയിട്ടുണ്ട്. അതല്ലേ സംഭവിച്ചിട്ടുള്ളത്? 4 ഡോട്ടല്ലേ കൂടുതൽ വന്നിട്ടുള്ളൂ. ഇതിനേക്കാളും 4 കൂട്ടിയപ്പോ 10 എണ്ണം അല്ലെ? 10, അടുത്ത എത്രയായിരിക്കും? എത്ര ഡോട്ട് കൂടാനാണ് ചാൻസ് കൂടുതൽ? നോക്കി, ചാൻസ് കൂടുതലല്ല, ചാൻസ് ഉള്ളത് എത്രയായിരിക്കും വരാ? അതെ, ഇവിടെ 10 ആയിട്ടുണ്ട്. ഇത്ര എണ്ണത്തിൽ 10 എണ്ണം ഉണ്ട്. 10 ഡോട്ട്. അടുത്ത എത്ര വരും? അടുത്ത വരുമ്പോ ഒരു അടിയിൽ ഒരു വരി കൂടിയും കൂടും അല്ലെ? അടിയിൽ ഒരു വരിയിൽ എത്ര ഡോട്ട് വരും? ഇവിടെ 4 എണ്ണം ഉള്ളത്. അപ്പൊ അടുത്തതിന്റെ അടിയിൽ എത്ര എണ്ണം വരും? 5 എണ്ണം വരും. ഓക്കെ ആണോ? 5 ഡോട്ടുള്ള ഒരു ട്രയാങ്കിൾ വരും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വരച്ചാൽ ഇവിടെ ഇങ്ങനെ വരാം. ഇങ്ങനെ വരും. 1 2 3 4 5 കണ്ട 5 എണ്ണം കൂടെ പുതിയത് വരും. ഓക്കെ ആണോ? അപ്പൊ 5ന്റെ കൂടെ കൂട്ടി എഴുതിയാൽ 10ഉം 5ഉം 15 എണ്ണം വരും. ടോട്ടൽ 15 എണ്ണം വരും. ഓക്കെ, ഡോട്ടുകളുടെ എണ്ണം 15. പിന്നെ അടുത്ത ലൈനിൽ എത്ര എണ്ണം വരും? അടിയിൽ ഒരു വരിയും കൂടി കൂടും. ആ ഒരു വരിയിൽ 6 എണ്ണം ഉണ്ടാവും. അപ്പൊ 15 മാറും എത്ര എണ്ണക്കളെ? 15 മാറും 21 ആണ്. അടുത്ത ട്രയാങ്കിളിന് എത്ര ഡോട്ട് വേണമെന്ന് വെച്ചാൽ 21 എണ്ണം. ഓക്കെ ആണോ? 6 എണ്ണം കൂടി. കാര്യം മനസ്സിലായില്ല? അടുത്തൊരു വരി കൂടി. അപ്പൊ 6 എണ്ണം കൂടി. അടുത്ത വരി വരാണെങ്കിലോ 7 എണ്ണം കൂടും. ഓക്കെ ആണോ? 7 എണ്ണം കൂടുമ്പോ എത്രയായി? 21ന്റെ കൂടെ കൂട്ടുമ്പോ 28. എന്നാ സീക്വൻസ് എഴുതി. സിമ്പിൾ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തരും, സീക്വൻസ് എഴുതാൻ ചോദിക്കും. സീക്വൻസ് തരും, അതെന്താണ് ബന്ധം ചോദിക്കും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ അടുത്ത വരി എഴുതാൻ പറയും. കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. ഇതുപോലെ ഇതാണ് ചോദ്യം വന്നത്. സിമ്പിൾ ചോദ്യമാണ്. ഇത് നോക്കിയിട്ട് അടുത്ത എഴുതാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. നെക്സ്റ്റ് ഇരിക്കുക. അടുത്തത് ഇതിന്റെ ഇതിന്റെ മലയാളം ചോദ്യം ഉണ്ട്. മലയാളം ഞാൻ ഇപ്പൊ പറയാം കേട്ടോ. എന്താണ്? ഫ്രം ദി സീക്വൻസ് ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദി ഫോളോയിങ് സീക്വൻസസ്. കണ്ടാ ഇങ്ങനത്തെ ഷേപ്പുകൾ ഏതൊക്കെ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം, സമചതുരം, റെഗുലർ പെന്റഗൺ. എന്താണത്? റെഗുലർ പെന്റഗൺ. ഓക്കെ, അപ്പൊ റെഗുലർ പെന്റഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമപഞ്ചഭുജം. ഓക്കെ, സമപഞ്ചഭുജം കേട്ടോ. അതാണ് റെഗുലർ പെന്റഗൺ.
അപ്പൊ ഈ ഷേപ്പുകളൊക്കെ എടുത്തിട്ടേ എന്താണ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഷേപ്പ് ഉണ്ട് കേട്ടോ. അത് എത്രയാണ്? ഹെക്സഗൺ ആണ് അടുത്ത ഷേപ്പ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറയും. അപ്പൊ അതിനെ മലയാളത്തിൽ പറയുന്നതാണ് സമഷഡ്ഭുജം. അങ്ങനത്തെ ഷേപ്പുകളൊക്കെ എടുത്തിട്ട് എന്തുണ്ടാക്കണം? ഇവര് പറയണ പോലെ സീക്വൻസ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചത് അതെ ഇതാണ് ഷേപ്പുകൾ. ഇതേ കണ്ട ട്രയാങ്കിള്, സ്ക്വയർ, പെന്റഗൺ. റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ എന്ന് ശ്രദ്ധിക്കണം. അതായത് എല്ലാ വശവും ഒരുപോലെ ഇരിക്കും, എല്ലാ കോണുകളും ഈക്വൽ ആയിട്ടുള്ള സാധനത്തിനാണ് റെഗുലർ എന്ന് പേര് പറയുന്നത്. ഓക്കെ ആണോ? അതായത് സമ പഞ്ചഭുജം എന്ന് പറയും. എല്ലാ കോണും തുല്യമായിരിക്കും, എല്ലാ വശവും തുല്യമായിരിക്കും. ഇതേ സമഷഡ്ഭുജം, റെഗുലർ ഹെക്സഗൺ ആണ് 6 ഷേപ്പ് ഉള്ളത്. അങ്ങനെ അങ്ങനെ പോകണം. അപ്പൊ അവരുടെ സീക്വൻസ് എഴുതാൻ ആദ്യത്തെ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് എഴുതാൻ. ഇതിന്റെ നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് അല്ലെ? നമ്പർ ഓഫ് സൈഡ്സിന്റെ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി, ആദ്യത്തെ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്, 3 ആണ്. അടുത്തതിന് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 സൈഡുകളുണ്ട്, 4 ആണ്. അടുത്തതിന് 5. പെന്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡ് ഉണ്ട്. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 സൈഡ് ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് എഴുതി. കണ്ടാ? ചോദ്യം വന്നതനുസരിച്ച് സീക്വൻസ് എഴുതി. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്തത് എത്രയാണ്? അടുത്ത ചോദിച്ചോളൂ. ഓക്കെ, സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിളുകളുടെ സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് ബി ക്വസ്റ്റ്യൻ. ആന്തരകോണുകളുടെ തുക ഓരോന്നിനും എത്രയാണ് ഇന്നർ ആംഗിൾ വരുന്നത്? സമ്മാണ് ട്ടാ. ഓരോ ഇന്നർ ആംഗിൾ അല്ല, ഇതും കൂടിയും കൂട്ടിയാൽ ഇതിനകത്ത് എത്രയാണ് വരാം? ഓക്കെ ആണോ? നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? n-2 × 180 എന്നൊരു ഇക്വേഷൻ പഠിച്ച് ഓർമ്മയുണ്ടോ നോക്കിയേ? സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180. ഓക്കെ, n-2 × 180 കിട്ടിയല്ലോ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇത് ഇവിടെ കൊടുത്താൽ കിട്ടും. n എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് സൈഡ് ആണ്. അപ്പൊ അങ്ങനെ കൊടുത്ത് ചെയ്യണേലും ഭേദം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ എത്രയാണ്? 180 ആണ്. സാധാരണ മിക്ക കുട്ടികൾക്ക് അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ വേഗം പഠിക്കാം. ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഏത് ട്രയാങ്കിൾ ആണെങ്കിലും ഇന്നർ ആംഗിൾ എത്രയാണ്? സം ഓഫ് ഇന്നർ ആംഗിൾ 180 ആണ്. ഓക്കെ, സ്ക്വയർ ആണെങ്കിലോ? സ്ക്വയർ ആണെങ്കിൽ എത്രയാണ്? ഇവിടെ 4 കൂടി കൂട്ടിയാൽ 360 ആണല്ലേ? 360 ആണ്. 360 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇത് 180 കൂടിയാണ് പോകണമെന്നുള്ള ലോജിക് ഉണ്ടല്ലോ. ചില കുട്ടികൾക്ക് അറിയാം, എല്ലാത്തിനും അത് കൊടുത്തു നോക്കാം. അപ്പൊ എന്താണ്? n എന്ന് വെച്ച സൈഡാണ്. അപ്പൊ 4 ആണെങ്കിൽ 4 കൊടുത്തു. 4 - 2 2 2 × 180 360. കണ്ടാ? കിട്ടി. അടുത്ത പെന്റഗൺ. പെന്റഗൺ ആണെങ്കിൽ എത്രയാണ് വരാ? പെന്റഗൺ 5 സൈഡ് ആണുള്ളത്. 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് 5 - 5 കൊടുത്താൽ 5 - 2 3. 3 × 180 ഗുണിച്ചു നോക്കണം. 540. 540 ആണ്. 540 കിട്ടിയ ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ കേട്ടോ. ഇതാണ് എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 540. ഒന്ന് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ 180 ആണ് കൂടി പോകുന്നത് ആലോചിച്ചാലും മതി. അടുത്തതിലേക്കും 540 കൂടെ 180 കൂട്ടിയാൽ മതി. അടുത്ത കിട്ടും. ഹെക്സഗൺ എത്രയാണ് വരാ? 540 + 180 ചെയ്യുമ്പോൾ 720. 720. ഓക്കെ, ഇങ്ങനെയാണ് പോവാ. സോ ഓൺ ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞാൽ ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും ഷേപ്പുകൾ അനുസരിച്ച്. ഓക്കെ ആണോ? കിട്ടിയതായിരിക്കും കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത സി ക്വസ്റ്റ്യൻ എന്താണ് വെച്ചിട്ടുള്ളത്? സി ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾ. ഇതിന്റെ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ അതെ ഇതാണ് ഒരു സൈഡിന്റെ ഔട്ടർ ആംഗിൾ, ഇതാണ് അടുത്ത സൈഡിന്റെ ഔട്ടർ ആംഗിൾ, ഇതാണ് അടുത്ത സൈഡിന്റെ ഔട്ടർ ആംഗിൾ. ഇതാണ് ഔട്ടർ ആംഗിൾസ്. ഈ ഔട്ടർ ആംഗിൾസ് കൂട്ടിയാൽ ഞാനിപ്പോ ബ്ലൂ കൊണ്ട് അടിച്ചതാ. ഇതും കൂടിയും കൂട്ടിയാൽ ഇതിനകത്ത് എത്രയാ കിട്ടാൻ നോക്കാം? ട്രയാംഗിൾ സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാ? ഒരു കാര്യം പറയാ, ഏത് പോളിഗൺ ആണെങ്കിലും ഏത് ഷേപ്പ് ആണെങ്കിലും ഔട്ടർ ആംഗിളുകളുടെ സം എന്തായിരിക്കും? 360 ആയിരിക്കും. ഓക്കെ ആണോ? 360 ആയിരിക്കും. ഓർത്ത് വെക്കാണ്ടാ. പിന്നെ എത്രയാണ്? ഫസ്റ്റത്തെ ഷേപ്പിന് 360 ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾ 360. അടുത്ത ഷേപ്പിന് ഞാൻ പറഞ്ഞ എന്താണ്? 360 ആണ്. ഓക്കെ ആണോ? സം ഓഫ് ഔട്ടർ ആംഗിൾ 360. അടുത്ത ഷേപ്പ് 360. അടുത്ത ഷേപ്പ് 360. ഏത് ഷേപ്പ് ആണെങ്കിലും 360 തന്നെ. എളുപ്പമാണ് സം ഓഫ് ഔട്ടർ ആംഗിളിന്റെ കാര്യം. ഭയങ്കര എളുപ്പമാണ്. എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. ഓക്കെ ആണല്ലോ? കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്ത് നോക്കാം. അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻ ഇന്നർ ആംഗിൾ. ആൻ ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിൾ. ഒരെണ്ണം കേട്ടാ, എല്ലാനും അല്ല, ഒരു ഇന്നർ ആംഗിൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷേപ്പ് ഓക്കെ. ഒരു ഇന്നർ ആംഗിൾ എത്ര വരാ? ഇതൊക്കെ ട്രയാംഗിൾ ആണ്. ഈക്വലാറ്റർ ട്രയാംഗിൾ ആണ്. അപ്പൊ തന്നെ ഇന്നർ ആംഗിൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇന്നർ ആംഗിൾ ഓഫ് ഈക്വലാറ്റർ ട്രയാംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഒരു ലോജിക് ഒക്കെ ഉണ്ടാവണോട്ടാ. ഇനി ബാക്കി പറഞ്ഞ പാഠങ്ങളിലൊക്കെ വരണുണ്ട്. അപ്പൊ ഇന്നർ ആംഗിളിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഡി ക്വസ്റ്റ്യൻ ആണ്. 60 ഡിഗ്രി. അത് കിട്ടണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. വേണമെങ്കിൽ ഈക്വേഷൻ കൊടുത്താൽ മതി. n-2 × 180 ആണ് എല്ലാ ആംഗിളും കൂടിയും കൂട്ടിയാ കിടന്നത്. അതിനെന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ വേണമെങ്കിൽ നോക്കാം. ഇവിടെ വരുമ്പോ എത്രയാണ്? സം ഓഫ് ഇന്നർ ആംഗിൾ 180. 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 3 സൈഡ് അല്ലേ ഉള്ളത്? 60 കിട്ടി. കണ്ടാ? ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾ 360. 360 എത്ര സൈഡ് ഉണ്ട്? 4 ഉണ്ട്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആംഗിൾ കിട്ടും. പക്ഷെ നമുക്ക് സ്ക്വയറിന്റെ ആംഗിൾ അറിയാം. എത്രയാണ്? സ്ക്വയറിന്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. സ്ക്വയറിന്റെ 90 സംയോജനം 90. അടുത്ത എത്രയാണ്? പെന്റഗൺ. പെന്റഗൺ കിട്ടാൻ എത്രയായിരിക്കും? പെന്റഗണിന്റെ എല്ലാ കോണും കൂടിയും കൂട്ടിയാൽ 540. അപ്പൊ ഒരു കോൺ കിട്ടാൻ എന്ത് ചെയ്യണം? 540നെ എത്ര സൈഡ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 5 സൈഡ് ആണുള്ളത്. 540/5 ചെയ്യുമ്പോ എത്ര കിട്ടാ? 108. ഓക്കെ,
കറക്റ്റ് ആയിട്ട് ഹരിക്കണം. 540 കുട്ടികൾ ഹരിക്കുമ്പോ പലരും തെറ്റിക്കാറുണ്ട്. 540 ഹരിക്കുമ്പോ 5 ഒരു തവണ 5, റിമൈൻഡർ ഇല്ല, 4 എടുക്കുക, 4 പോകൂല. അപ്പൊ എത്രയാണ്? ഒരു 0 കയറ്റി എഴുതിയിട്ടാണ് ഇവിടെ ഇറക്കി എഴുതുന്നത്. 40 എത്ര തവണ? 8 തവണ. ഓക്കെ, 40 8 കിട്ടിയാലോ? അപ്പൊ 108 ആണ്. 108 ആണ് ഇതിന്റെ ഒരു ഇന്റർ ആംഗിൾ കേട്ടോ. ഇത് 108, ഇതിന്റെ 90, ഇതിന്റെ 60. ഓക്കെ ആണല്ലോ? കിട്ടിയാലോ? ഓക്കെ, അടുത്ത ഷേപ്പിൽ എത്രയായിരിക്കും? അടുത്ത ഷേപ്പ് 720 ആണ് ടോട്ടൽ ഇന്റർ ആംഗിൾ അല്ലെ? അപ്പൊ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. 720നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 120. ഓക്കെ, 120 ഇട്ടോട്ടോ, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എക്സ് ഇട്ടിട്ടോളൂ. ഓക്കെ, കാര്യം മനസ്സിലാവണ്ടല്ല. ഈ പടങ്ങൾ വെച്ചിട്ടാണ്. ഈ പടങ്ങൾ ചോദ്യത്തിൽ ഉണ്ടായിരുന്നില്ല, എഴുതിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ഈ പടങ്ങളാക്കിയത്. ഈ ഫിഗറുകളിൽ നിന്നാണ് ഈ ഉത്തരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അതാണ് ഏൻ ഔട്ടർ ആംഗിൾ. ഏൻ ഔട്ടർ ആംഗിൾ ആലോചിച്ച് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഏൻ ഔട്ടർ ആംഗിൾ ഇടാ. ശ്രദ്ധിക്കണം, ഒരു ഔട്ടർ ആംഗിൾ ഇത് മാത്രം എത്രയായിരിക്കുന്നത്? ഇത് അതായത് അകത്ത് 60 ഉണ്ടല്ലോ. അപ്പൊ ഒരെണ്ണം പുറത്ത് ആംഗിൾ എത്രയായിരിക്കുന്നു? ഒരു പുറം കോൺ. അപ്പൊ എത്രയായിരിക്കും? മൊത്തം എത്രയാണ്? ലീനിയർ പെയർ, രേഖീയ ജോഡി എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? ലീനിയർ പെയർ മൊത്തം എത്രയായിരിക്കും? 180 ഡിഗ്രി ആണ്. ഇത് മൊത്തം 180 ഡിഗ്രി ആണ് അല്ലെ? ഒരു വര വരച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി അതിനകത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ആയിരിക്കും. അതിനകത്ത് ഇവിടെ ഒരു 100 പോയാല് ബാക്കി എത്ര ഉണ്ടാവും? 180. എന്നാ 100 കുറയ്ക്കാം, ബാക്കി 80 ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ഇത് എത്രയാണ്? 1 ഔട്ടർ ആംഗിൾ വെച്ചാൽ ഇവിടെ ലീനിയർ പെയറല്ലേ കാണുന്നത്. ഇങ്ങനെ വെച്ചപ്പോ ഇവിടെ 60 പോയി, ബാക്കി എത്ര ഉണ്ടാവും? 180 മൈനസ് 60 എത്രയാണ്? 120 ഡിഗ്രി. 120 ഡിഗ്രി കോമ അടുത്ത എത്രയാണ് വരാ? ഇത് എത്രയാണ് വരാ? 90 ഉണ്ട്. ഇപ്പുറം 1 ഔട്ടർ ആംഗിൾ എന്ന് ഇതാണ് വരാ. 1 ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 180 90 കുറയ്ക്കാം, ബാക്കി എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, 90 കിട്ടി. അടുത്ത 108 ഉണ്ട്. 108 ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? അപ്പൊ 180 108 കുറയ്ക്കാം. ശ്രദ്ധിച്ചു കുറയ്ക്കാം. 180 108 കുറയ്ക്കണം. ഓക്കെ, അപ്പൊ 180 108 കുറയ്ക്കപ്പോ 72 ആണ് കേട്ടോ. 72 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് എത്രയാണ് വരാ? ഇതിന്റെ ഒരു ഇന്നർ ആംഗിൾ നമുക്ക് കിട്ടിയതാണ് ഓൾറെഡി. 120 കിട്ടിയാണല്ലേ? ഒരു ഔട്ടർ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് 180 120 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? 60 ഡിഗ്രി. കണ്ട, ഔട്ടർ ആംഗിൾ ചെറുതായാണ് വരാത്. ഈ ഷേപ്പുകൾ വലുതാവും തോറും ഔട്ടർ ആംഗിൾ ചെറുതായി വരും. പക്ഷേ സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360 തന്നെ ആയിരിക്കും. സം ഓഫ് ഔട്ടർ ആംഗിൾ എല്ലാ ഔട്ടർ ആംഗിളും കൂടി കൂട്ടിയാൽ 360 ആയിരിക്കും. ഓക്കെ ആണല്ലോ? കിട്ടിയെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഓരോ ഔട്ടർ ആംഗിൾ വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് കാണാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത് ഇതിന്റെ ഇന്നർ ആംഗിളുള്ള സംഭവം ഒന്ന് കാണാതെ പഠിച്ചേക്ക്. ഇത് അത്യാവശ്യമുള്ള കണക്കല്ലെങ്കിലും എപ്പോഴെങ്കിലും ഇത്തവണത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില എല്ലാം കവർ ചെയ്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. നമുക്ക് എവിടെ ചോദ്യം വരുന്നൊക്കെ ചോദ്യം ഇടുന്ന ആളനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് അത് പഠിക്കാം. എന്തായാലും ഇതിനനുസരിച്ച് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വായിച്ചു നോക്കാം. സിമ്പിൾ ചോദ്യമാണ്. ഇത് നമുക്ക് കുറച്ച് അത്യാവശ്യമുള്ള ചോദ്യമാണ്. ഇത് എന്തായാലും പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടാ. അപ്പൊ റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അവിടെ വെച്ച് നിൽക്കട്ടെ. ആൻഡ് വെച്ചിട്ടുള്ള ബാക്കി അവിടെ നിൽക്കട്ടെ. ഇത് അർത്ഥം നോക്കാം. ഇത് ഒന്നാമത്തെ ഉത്തരം നിൽക്കാം കേട്ടാ. റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്താണെന്ന് അറിയാലോ? 1 2 3 4 നമ്പർ നാച്ചുറൽ നമ്പർ എന്താണ്? പക്ഷെ എല്ലാ നമ്പർ എഴുതണ്ട. വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. 3 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് കിട്ടണം? 1 റിമൈൻഡർ കിട്ടണം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ അടിച്ചുതരാം. 3 കൊണ്ട് ഹരിക്കുമ്പോ 1 റിമൈൻഡർ കിട്ടണം. സീക്വൻസ് എഴുതണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു നമ്പർ എടുത്തു, ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു. 10 3 കൊണ്ട് ഹരിച്ച്. ഇതാണ് 3 കൊണ്ട് ഹരിക്കുന്നത്. 9 3 തവണ പോയി 9 ആയി. റിമൈൻഡർ ആണ് 1 കിട്ടിയതാണ് റിമൈൻഡർ. ഇതുപോലെ റിമൈൻഡർ 1 കിട്ടണ സീക്വൻസ് എഴുതാൻ. പക്ഷെ ഈ 10ലല്ല തുടങ്ങണത്. വേറെ ഏതോ നമ്പറിനെ ഹരിച്ചാൽ 1 മുന്നേ കിട്ടും. അപ്പൊ ഏത് നമ്പറിനെ ഹരിച്ചാലും 1 കിട്ടാ. റിമൈൻഡർ 1 വരുന്ന നമ്പർ. അപ്പൊ മിക്ക കുട്ടികളും തെറ്റിക്കും. മിക്ക കുട്ടികളും എന്തെടുക്കും അറിയോ? 4 എടുത്തിട്ട് ഹരിച്ചു വെക്കും. 4നെ 3 കൊണ്ട് ഹരിച്ചാലും ഒരു തവണ പോയി 3 റിമൈൻഡർ 1. ശരിയാണ്, റിമൈൻഡർ സിസ്റ്റം 1 കിട്ടണ്ട് ശരിയാണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ 4 പറഞ്ഞ എഴുതിപ്പോ. പക്ഷെ 4 അല്ല ഫസ്റ്റ് നമ്പർ വരാം. ഏതാണ്? റിമൈൻഡർ 1 അല്ലേ വേണ്ടത്. അപ്പൊ ഈ 1 ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1 3 കൊണ്ട് ഹരിച്ചു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഹരിക്കാനൊന്നും അറിയില്ലെങ്കിൽ 1 3 പോവില്ലല്ല. 1 3 പോവില്ല. 1 3 പോവില്ലെങ്കിൽ എന്താണ്? റിമൈൻഡർ 1 തന്നെയാണ്. ഓക്കെ, റിമൈൻഡർ 1 തന്നെ കിട്ടിയല്ല. അപ്പൊ ഏതാണ് ഫസ്റ്റ് നമ്പർ? 1 റിമൈൻഡർ വരണം വെച്ചാല് 1 സിസ്റ്റം പറഞ്ഞെങ്കിൽ സീക്വൻസിൽ ആ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 1. അടുത്ത നമ്പർ എത്രയായിരിക്കും? അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. 3 ഇതിന്റെ കൂടെ കൂട്ടി എഴുതിയാൽ മതി. ശരിക്കും ആലോചിക്കണം. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. റിമൈൻഡർ 1 വരണം. അപ്പൊ 1 തുടങ്ങുന്നത്. സീക്വൻസ് തുടങ്ങണത്. ഈ സീക്വൻസ് ഈ ശ്രേണി തുടങ്ങണത്. സീക്വൻസ് ഒക്കെ പറയാൻ മനസ്സിലാവട്ടല്ലേ ഇങ്ങനെ കോമന്റ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അത് തുടങ്ങുന്നത് എവിടുന്നാണ്? 1 തുടങ്ങും. ഓക്കെ, റിമൈൻഡർ 1 അതുകൊണ്ട് 1 തുടങ്ങി. എത്ര വെച്ചാണ് കൂട്ടി വെക്കേണ്ടത്? എത്ര വെച്ചായിരിക്കും കൂടി പോവാ? 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്ത നമ്പർ 4 ആണ്.
നമ്പർ 4 എന്ന് വെച്ചാലും ഇതിന്റെ കൂടെ 3 കൂട്ടിയപ്പോ എത്രയാണ്? 4 കിട്ടി. അടുത്തതിന്റെ കൂടെ 3 കൂട്ടി എഴുതാ 7 കിട്ടി. അടുത്തതിന്റെ കൂടെ 3 കൂട്ടി എഴുതാ 10 കിട്ടി. കണ്ടാ ഈ സീക്വൻസിലായി. ഈ നമ്പറിനൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നായിരിക്കും. 7നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നായിരിക്കും. 10നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നായിരിക്കും. കേട്ടാ സീക്വൻസ് എഴുതാൻ എളുപ്പമല്ലേ? റിമൈൻഡർ എന്ന് പറയുന്നത് 1 എഴുതി. എത്ര വെച്ച് കൂട്ടി എഴുതി? 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 3 കൂട്ടി എഴുതി. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേട്ടാ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തതാണ് ഇതിന് കൂടെ ഒരു ചോദ്യം കൂടി ഉണ്ടേ. എന്താണ്? ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. കണ്ടാ 2 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 2 വരണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 2 അല്ലേ വരേണ്ടത്? സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പഠിച്ചില്ലേ? റിമൈൻഡർ 2 വരണം എന്ന് പറഞ്ഞാല് 2 തുടങ്ങാം. എത്ര വെച്ച് കൂട്ടി എഴുതും? എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 3 കൊണ്ട്. അപ്പൊ കൂട്ടി എഴുതി 5. അടുത്ത 3 കൂട്ടി എഴുതി 8. അടുത്ത 3 കൂട്ടി എഴുതി 11. ഓക്കെ, എക്സെട്രാ. ഏട്ടാ ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 2 ആയിരിക്കും. എളുപ്പമൊഴിയാണല്ലോ. സിമ്പിൾ ആയിട്ട് പഠിച്ചല്ല. അപ്പൊ അത് കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഈ ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ചെയ്തു പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പവഴി പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വേറെ മെത്തേഡ് അറിയാമെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്തോ, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്തോ. ഓക്കെ, ഇത് അപ്ലൈ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. അടുത്ത നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. ഓക്കെ, 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലിപ്പക്രമത്തിൽ എഴുതുക. അതെന്താണ് ഇതിന്റെ അർത്ഥം? സിമ്പിൾ ആണ്. വലിയ ചോദ്യം നല്ലത്. ഓക്കെ, അതായത് 1ലോ അവസാനിക്കണം അല്ലെങ്കിൽ 6ലോ അവസാനിക്കണം. ഓക്കെ ആണോ? 1ലോ അവസാനിക്കണം അല്ലെങ്കിൽ 6ലോ അവസാനിക്കണം. ഓക്കെ, അപ്പൊ നമ്പർ എഴുതാലോ. 1ലോ അവസാനിക്കുന്ന ഒരു നമ്പർ എഴുതി 1. 6ലോ അവസാനിക്കുന്ന നമ്പർ എഴുതി 6. അടുത്ത എത്രയാണ് 1ലോ അവസാനിക്കുന്നത്? 11 അല്ലെ? വേറെ ഇടയിൽ ഒരു നമ്പർ ഒന്നുമില്ല. 1ലോ അവസാനിക്കുന്ന നമ്പർ ഇല്ല. 6ലോ അവസാനിക്കുന്ന നമ്പർ എത്രയായിരിക്കും അടുത്തത്? 16. ഓക്കെ ആണോ? അടുത്തത് 21, 26. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. ഇത് എങ്ങനത്തെ സീക്വൻസ് ആണെന്ന് വിവരിക്കണം. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് എഴുതണം. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് എഴുതി. അപ്പൊ നമുക്ക് പറയാം എന്താണ് വെച്ചാൽ എഴുതാൻ എന്ത് പറയാൻ പറ്റും? വേണമെങ്കിൽ ആലോചിച്ച് നോക്കി. എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ എന്താണ്? എത്ര വെച്ചാണ് കൂടി പോണത്? നോക്കി, 1 കഴിഞ്ഞാൽ 6 ആവണമെങ്കിൽ എത്ര വെച്ചാണ് കൂടി പോണത്? നോക്കി, 5 ആണല്ലോ ഇവിടെ കൂടി പോണത്. 5 കൂടി, ഇവിടെ 5 കൂടി, ഇവിടെ 5 കൂടി, ഇവിടെ 5 കൂടി. ആണോ? ഈ സീക്വൻസിൽ 5 ആണ് ആഡ് ചെയ്ത് പോണത്. അപ്പൊ 5 ആണ് ഇതിനകത്ത് കൂടി പോണെന്ന് എഴുതാം. ഓക്കെ, ഒരു തവണ ഒരു കാര്യം കിട്ടി. 5 is adding to this sequence. ഓക്കെ, 5 ആണ് ആഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും വരാ? രണ്ടാമത്തെ ഒരു കാര്യം കൂടി എഴുതണം. 2 other ways എഴുതാനല്ലോ അതിനുള്ളത്. 2 other ways. അപ്പൊ വേണമെങ്കിൽ എന്താ എഴുതാം? 5 ആണ് കൂടി പോണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇതിന് മുമ്പ് പഠിച്ച ആ ചോദ്യം വെച്ചിട്ട് എഴുതി കൂടെ. എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഇതിനൊക്കെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും റിമൈൻഡർ. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും റിമൈൻഡർ. 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും റിമൈൻഡർ. കണ്ടാ ഒരു കാര്യം കിട്ടിയ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 1 ആയിരിക്കും. ഈ സീക്വൻസിൽ ഏത് നമ്പർ എന്തായിരിക്കും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 1 ആയിരിക്കും. കിട്ടിയ കാര്യം മനസ്സിലായിട്ടുണ്ടല്ല? മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് എഴുതാം? 2 തരത്തിൽ എങ്ങനെ എഴുതാം? എന്താണ് ദി സീക്വൻസ്? എന്താണ്? ഗിവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. ഓക്കെ, എന്താണ്? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആയിരിക്കും. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്ത എന്താണ്? അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത കഴിഞ്ഞിട്ടാ. അപ്പൊ സീക്വൻസ് കഴിഞ്ഞ് നമ്പർ സീക്വൻസ് ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് നമ്പർ സീക്വൻസ്? എന്തെങ്കിലും ബന്ധമനുസരിച്ച് എഴുതണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി എന്താണ് സമാന്തര ശ്രേണികൾ, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് എഴുതിയിട്ടുള്ളത്? എ സീക്വൻസ് ഗോട്ട് ബൈ starting with any number and adding a fixed number repeatedly is called an arithmetic sequence. കാരണം അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സംഖ്യയെ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഒരു സംഖ്യയെ തുടങ്ങിയിട്ട് എന്താണ് ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി എഴുതും. ഓക്കെ ആണോ? വീണ്ടും വീണ്ടും കൂട്ടി എഴുതണം എന്നതാണ്. ഒരു സംഖ്യ തുടങ്ങിയിട്ട് ഒരേ സംഖ്യ കൂട്ടും. വേറെ പല സംഖ്യകളല്ല, നമ്മൾ എഴുതിയ സീക്വൻസിലൊക്കെ പല രീതിയിലാണ് എഴുതിയത്. അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളതാണ് ഒരു സംഖ്യ തുടങ്ങിയിട്ട് അതേ ഒരേ സംഖ്യ തന്നെ കൂട്ടും. ഒരേ സംഖ്യ കൂട്ടും. ഇപ്പൊ ഞാൻ പറയാം, 3 തുടങ്ങി 2 കൂട്ടി എഴുതാണ് ഞാൻ. 3 2 5, 2 കൂട്ടി 7, 2 കൂട്ടി 9, 2 കൂട്ടി 11, ഇങ്ങനെ എഴുതി. കണ്ടാ ഇതൊരു സീക്വൻസ് ആണ്. എന്ത് സീക്വൻസ് ആണത്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മലയാളം എന്താണ് ഇതിന്റെ? സമാന്തര ശ്രേണി. ഓക്കെ ആണോ? നമ്മുടെ പാഠത്തിലേക്ക് വന്നത് നമ്മള് സമാന്തര ശ്രേണി എന്താണ്? ഒരു സംഖ്യ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടി കൂട്ടി എഴുതും. തുടങ്ങുന്ന സംഖ്യ തന്നെ കൂട്ടണമെന്നില്ല. ഒരു സംഖ്യ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഖ്യ, ഒരു ഫിക്സഡ് സംഖ്യ കൂട്ടി എഴുതും. ഓക്കെ, ഇത്രേ ഉള്ളൂ. കാണാതെ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കിട്ടിയെന്നായിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഇതൊക്കെ സമാന്തര ശ്രേണിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നോക്കിയേ,
2, 4, 6, 8 ആണോ? സമാന്തര ശ്രേണിയാണോ? എന്താണ് സമാന്തര ശ്രേണി? ഒരു സംഖ്യ തുടങ്ങിക്കോട്ടെ. എത്ര വെച്ചാണ് കൂട്ടി എഴുതുന്നത്? 2 വെച്ച് കൂട്ടി എഴുതല്ലേ? നോക്കിയേ, 2 ആണ്. ഇവിടെ കൂടിയത് 2 ആണ്, ഇവിടെ കൂടിയത് 2 ആണ്, ഇവിടെ കൂടിയത് 2 ആണ്. കണ്ടാ? അടുത്തത്രയായിരിക്കും? 2 കൂട്ടിയപ്പ അടുത്തത് 10 ആയിരിക്കും. കണ്ടാ? അടുത്ത നമ്പർ വേണമെങ്കിൽ എഴുതാം നമുക്ക്. 2 വെച്ച് കൂട്ടി എഴുതുന്ന സീക്വൻസ് ആണ്. സമാന്തര ശ്രേണിയാണ്. അടുത്ത സീക്വൻസ് ആണ്. അടുത്തത് നോക്കിയേ, 6 കഴിഞ്ഞാൽ 8, 6, 7, 8. ഇവിടെ 2 ആണ് കൂടിയത്. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 4 ആണ് കൂടിയത്. 4. ഇവിടെ പിന്നെ എന്ത്? 2 ആണ് കൂടിയത്. അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണോ? അടുത്ത സീക്വൻസ് ആണത്? അല്ല, ഒരു ഫിക്സഡ് നമ്പർ തന്നെ കൂടണ്ടേ? ഇത് സമാന്തര ശ്രേണി അല്ല. കണ്ട കാര്യം മനസ്സിലായല്ല? ഒരേ സംഖ്യ കൂടണം, അത്രേ ഉള്ളൂ. അടുത്ത നോക്കാം. 3, 7, 11, 15. 3 കഴിഞ്ഞാൽ 4 കൂടിയല്ലേ? ഇവിടെ നിന്ന് 4 കൂടിയല്ലേ? 15 നിന്ന് കൂടിയപ്പോ എത്രയാണ്? 4 കൂടി. കണ്ടാ ഒരേ സംഖ്യ അല്ലേ കൂടണത്? 15, 4. അതായത് 15 നിന്നും 11 കുറയ്ക്കാം. തൊട്ടുമുന സംഖ്യ കുറച്ച് നോക്കും, 4 കിട്ടി. ഇവിടെ നിന്ന് ഇതിനകത്ത് കുറച്ച് നോക്കാം, 4 ആണ് കിട്ടുന്നത്. ഇതിനകത്ത് കുറച്ച് നോക്കാം, 4 ആണ് കിട്ടുന്നത്. കണ്ടാ ഓരോ കൂടണം. അടുത്ത എത്രയാണ്? 3 കൂടി. 5 കഴിഞ്ഞാൽ 6, 7, 8. 3 ആണ് കൂടിയത്. 8 കഴിഞ്ഞാൽ 9, 10, 11. 3 ആണ് കൂടിയത്. 11 കഴിഞ്ഞാൽ 12, 13, 14. 3 ആണ് കൂടിയത്. കണ്ടാ ഒരേ സംഖ്യ കൂടണ. അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യ തുടങ്ങി സംഖ്യ കൂടി എഴുതും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു സീക്വൻസ് അടിച്ചാൽ ഇതൊന്ന് നോക്കിയേ. 3, 5, 7, 9. 3, 5, 7, 9. അപ്പൊ ഇങ്ങനെ ഒരു സീക്വൻസ് എഴുതിയാലേ ഇതിനകത്ത് ഫസ്റ്റ് എഴുതുന്ന സംഖ്യനെ പറയുന്ന പേരാണ് ആദ്യപദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. ഓക്കെ ആണോ? അതിന്റെ ലെറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ എടുക്കുന്ന ലെറ്റർ എത്രയാണ്? എഫ് എന്ന് പറഞ്ഞ ലെറ്റർ ആണ് ഫസ്റ്റ് ടേം. 3 കിട്ടിയല്ല? ഇങ്ങനെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടാല് അതിന്റെ ഫസ്റ്റ് ഉള്ളതിനെ പറയണ ഫസ്റ്റ് ടേം, അതിന്റെ ലെറ്റർ എഫ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ കൂടി യൂസ് ചെയ്യാറുണ്ട്, x1. കണ്ട, എക്സ് എഴുതിയിട്ട് അടിയിലാണ് 1 കേട്ടോ, അടിയിൽ 1. x1 ഫസ്റ്റ് ടേം. ഓക്കെ, ആദ്യ പദം ഫസ്റ്റ് ടേം. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ടേം എഫ് ആണ് ലെറ്റർ. കിട്ടിയാല? അടുത്ത പറയാം, ഇതിന്റെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാ? സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഡിഫറൻസ്. 5ഉം 3ഉം. 5 ന്ന് 3 കുറച്ചാൽ എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. ഇവിടെ 2 അല്ലേ വ്യത്യാസം? 2 ആണ്. 7, 5 ഇത് തമ്മിലുള്ള തൊട്ടടുത്ത സംഖ്യ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്രയാണ്? 2 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9. മുന്നിലുള്ളതിന് തൊട്ട് പുറകിൽ ഉറച്ചാൽ, അതാണ് കോമൺ ഡിഫറൻസ്. മുന്നിലുള്ളതിന് തൊട്ട് പുറകിൽ ഉറച്ചാൽ. ഓക്കെ ആണോ? ഇവിടെ 2 ആണ്. അല്ലാതെ 7 9 ഉറക്കരുത്. 7 9 ഉറച്ചാൽ -2 ആണേ. അങ്ങനെയല്ല ഉറക്കേണ്ടത്. മുന്നിലുള്ളതിന് തൊട്ട് പുറകിൽ ഉറച്ചാൽ കിട്ടുന്നത്, അതാണ് കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. അതിന്റെ ലെറ്റർ ആണ് ഡി. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 2 ആണ്. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് 2 ആണ്. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കണം. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഓക്കെ, കിട്ടിയാലോ? ഇതിനകത്ത് ഒരു നമ്പർ ഓഫ് ടേംസ് ആണ് ഒരു സാധനം ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാം. എന്നാലും ജസ്റ്റ് തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എണ്ണം. ഈ സീക്വൻസിൽ എത്ര സംഖ്യ ഉണ്ട്? ഇപ്പൊ ഞാൻ പറയട്ടെ. 2. ഈ സീക്വൻസ് തുടർന്ന് പോകേണ്ട. 3, 5, 7, 9, 11. ഇവിടെ വരെ അവസാനിച്ച് ഇവിടെ അവസാനിച്ച് വിചാരിക്കാം. എക്സെട്ര ഇല്ല, ഇവിടെ അവസാനിച്ച്. 1, 2, 3, 4, 5 സംഖ്യകളല്ലേ ഉള്ളൂ? 5 എണ്ണല്ലേ ഉള്ളൂ? അതിനെ പറയാനാണ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. പദങ്ങളുടെ എണ്ണത്തിന്റെ ലെറ്റർ എന്താണ്? n ആണ്. സ്മോൾ ലെറ്റർ n ആണ് പദങ്ങളുടെ എണ്ണം. കണ്ടോ? 1, 2, 3, 4, 5 എണ്ണമാണ് ഈ സീക്വൻസിലുള്ളത്. അപ്പൊ ഇതിന്റെ പദങ്ങളുടെ എണ്ണത്തിനാണ് 5 ആണ്. കണ്ടാ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ള പാഠത്തില് ഏറ്റവും ബേസ് ആയിട്ട് തുടക്കം പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇനി ബാക്കി വരുന്ന വീഡിയോസിലൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മളെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഫോളോ അല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കി എല്ലാ വിഷയങ്ങളുടെയും എല്ലാ വീഡിയോസും ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.